നമസ്കാരം, നിങ്ങൾക്ക് ഏവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യ ക്ലാസ്സുകളിൽ പ്രകാശം ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. നമ്മളതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. പ്രകാശവുമായി ബന്ധപ്പെട്ട് കേരള PSC ചോദിക്കാറുള്ള അല്ലെങ്കിൽ കേരള PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രകാശ പ്രതിഭാസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രകാശ പ്രതിഭാസങ്ങൾ നമ്മൾ ഒരു ക്ലാസ്സിലല്ല, ഒറ്റ ക്ലാസ്സിൽ തീരില്ല. കാരണം ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ 2-3 ക്ലാസ്സുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായി പറയാൻ പോകുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം എന്ന് പറയുന്നത് പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ എന്ന് പറയുന്നതാണ്. എന്താണ് പ്രകീർണനം? ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു കോമ്പൗണ്ട് ലൈറ്റ്, അതായത് സമന്വിത പ്രകാശം, അതിൻ്റെ ഘടക വർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രകീർണനം എന്ന് പറയുന്നത്. പ്രകീർണനം എന്ന് പറയുന്നത് എന്താണ്? പ്രകീർണനം എന്ന് പറയുന്നത് സമന്വിത പ്രകാശം അതിൻ്റെ ഘടക വർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിനെയാണ് നമ്മൾ പ്രകീർണനം എന്ന് വിളിക്കുന്നത്. കോമ്പൗണ്ട് ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് സാധാ അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ്, അതായത് 7 വർണ്ണങ്ങൾ ചേർന്നുകൊണ്ട് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റിനെയാണ് നമ്മൾ ദൃശ്യപ്രകാശത്തിനെ അല്ലെങ്കിൽ ധവള പ്രകാശത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമ്പൗണ്ട് ലൈറ്റ് എന്ന് വിളിക്കുന്നത്. കോമ്പൗണ്ട് ലൈറ്റ് അതായത് ദൃശ്യപ്രകാശം അല്ലെങ്കിൽ സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്രകീർണനം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പ്രകീർണനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഒരു ചോദ്യം വരാം. പ്രകീർണനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രകീർണനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൺ. പ്രകീർണനം കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരാണ് എന്താ? സർ ഐസക് ന്യൂട്ടൺ. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഐസക് ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സർ പദവി ഏറ്റുവാങ്ങിയ ആദ്യത്തെ ശാസ്ത്രജ്ഞനാണ് ആര്? സർ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർ ഐസക് ന്യൂട്ടൺ ആണ് എന്ത് കണ്ടെത്തിയത്? പ്രകീർണനം എന്ന് പറയുന്ന പ്രതിഭാസം കണ്ടെത്തിയത്. എന്താണ് പ്രകീർണനം? സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് നമ്മൾ പ്രകീർണനം എന്ന് പറയുന്നത്. അതായത് സ്പ്ലിറ്റിംഗ് ഓഫ് കോമ്പൗണ്ട് ലൈറ്റ് ഇൻ ടു ദ കമ്പോണന്റ് കളേഴ്സ്. ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് ഡിസ്പേർഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. പ്രകീർണനം എന്ന് പറയുന്നത് സമന്വിത പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ്. അപ്പോ സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? സർ ഐസക് ന്യൂട്ടൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ് നിറങ്ങൾ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇങ്ങനെയാണ് ആ നിറങ്ങളെ നമ്മൾ പറയുന്നത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത് ഐസക് ന്യൂട്ടൺ കണ്ടെത്തുന്ന സമയത്ത് ഈ ഇൻഡിഗോ എന്ന് പറയുന്ന കളറ്, നമ്മളിന്ന് ബ്ലൂ എന്ന് പറയുന്ന കളറിനെ അല്ലെങ്കിൽ ഇൻഡിഗോ ബ്ലൂ, അത് കടും നീല എന്ന് പറയുന്ന കളറിനെയാണ് ഈ ഇൻഡിഗോ എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. ബ്ലൂ എന്ന് പറയുന്ന കളർ എന്ന് അദ്ദേഹം അന്ന് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞത് നമ്മളിന്ന് സയൻ എന്ന് വിളിക്കുന്ന കളറിനെയാണ്. അപ്പൊ അതൊന്നും നമുക്ക് പഠിക്കേണ്ട ഇതല്ല, നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. അന്ന് അദ്ദേഹം ഉദ്ദേശിച്ച കളറുകളല്ല നമ്മൾ ഇന്ന് ഇപ്പൊ ഈ പഠിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. വിബ്ജിയോർ അഥവാ 7 പ്രകാശത്തിന്റെ 7 ഘടക വർണ്ണങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇതിന് ഇവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞാണ്, തരംഗ ദൈർഘ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഇങ്ങനെ ഇത് നമ്മൾ തരംഗ ദൈർഘ്യം എന്ന് അടയാളപ്പെടുത്തിയാൽ പ്രകാശം ഇവിടെ നിന്നും ഇവിടേക്ക് ഈ കളറുകൾ നമ്മൾ എങ്ങനെ തരംഗ ദൈർഘ്യം കൂടുന്നതനുസരിച്ചാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ ഇവിടെ അടയാളപ്പെടുന്നത്. അപ്പോൾ ഇതിൽ തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ കളർ ഏതാണ്? നമ്മൾ പറഞ്ഞതാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടിയ കളറാണ് റെഡ് എന്ന് പറയുന്നത്. തരംഗ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ കളറിനെ നമ്മൾ എന്തെന്ന് പറയും? അത് വയലറ്റ് ആണ്. അപ്പോ ഒരു ചോദ്യമാണ്, അതായത് മഴവില്ലിന്റെ രൂപീകരണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? മഴവില്ലിന്റെ രൂപീകരണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് എന്തെന്ന് പറയുന്നത്?
പ്രകീർണനം. മഴവില്ലിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസമാണ് എന്ത്? അതാണ് പ്രകീർണനം എന്ന് പറയുന്നത്. അപ്പൊ പ്രകീർണനം കണ്ടെത്തിയത് ആരാണ്? അത് ഐസക് ന്യൂട്ടൺ ആണ്. മഴവില്ലിന്റെ രൂപീകരണത്തിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രകീർണനമാണ്. എങ്കിൽ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. മഴവില്ലിൽ പ്രകീർണനം സംഭവിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അപവർത്തനമാണ്. ശ്രദ്ധിക്കുക, മഴവിൽ ഉണ്ടാകുന്ന പ്രതിഭാസം ഏതാണ്? അത് പ്രകീർണനമാണ്. എന്നാൽ മഴവില്ലിനകത്ത് പ്രകീർണനം സംഭവിക്കാൻ കാരണം എന്ന് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതെന്ത് ഉത്തരം എഴുതണം? അതിന്റെ ഉത്തരം അപവർത്തനമാണ്. ഇനി മഴവിൽ ഉണ്ടാകുന്നത് തന്നെ ചോദിച്ചിട്ട് ഓപ്ഷനിൽ പ്രകീർണനമില്ല, അപവർത്തനമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ അപവർത്തനം ഉത്തരമായിട്ട് എഴുതണം. പ്രകീർണനവും അപവർത്തനവും ഇല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടത് പൂർണ്ണാന്തരിക പ്രതിഫലനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉത്തരമായിട്ട് എടുക്കണം. അപ്പോ മഴവിൽ ഉണ്ടാവുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രകീർണനം എന്ന് വിളിക്കുന്നത്. മഴവില്ലിൽ പ്രകീർണനം സംഭവിക്കാൻ കാരണമായ പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. അപവർത്തനം അല്ലെങ്കിൽ പൂർണ്ണാന്തരിക പ്രതിഫലനം. ഓപ്ഷനിൽ ഏതാണ്? മഴവിൽ ഉണ്ടാകുന്ന പ്രതിഭാസം ചോദിച്ചിട്ട് പ്രകീർണനം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രകീർണനം തന്നെ എഴുതണം. പക്ഷെ പ്രകീർണനം ഓപ്ഷനിലില്ല, അപവർത്തനമാണ് ഓപ്ഷൻ. അത് ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ പ്രകാശത്തിന് വിവിധ തരംഗ ദൈർഘ്യങ്ങളുണ്ട്. ഓരോ കളറിനും വിവിധങ്ങളായിട്ടുള്ള തരംഗ ദൈർഘ്യങ്ങളുണ്ട്. ഈ തരംഗ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? തരംഗ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് ഈ നിറങ്ങൾക്ക് എന്ത് സംഭവിക്കാനുള്ള സാധ്യത കൂടും? അതിന് സ്കാറ്ററിംഗ് അഥവാ വിസരണം സംഭവിക്കുന്നതിനുള്ള സാധ്യത കൂടും. ക്ഷമിക്കണം, തരംഗ ദൈർഘ്യം കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? വിസരണം കൂടും. തരംഗ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? വിസരണം കുറയും. അപ്പൊ ഏറ്റവും കൂടിയ വിസരണം ഉണ്ടാകുന്ന അപ്പൊ എന്തിനായിരിക്കും? വയലറ്റ് കളറിനായിരിക്കും ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുക. ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുക എന്തിനായിരിക്കും? അത് റെഡിനായിരിക്കും. തരംഗ ദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് വിസരണം കുറയും. തരംഗ ദൈർഘ്യം കുറയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? വിസരണം കൂടും. അതുകൊണ്ടാണ് നമ്മൾ ട്രാഫിക് ലൈറ്റുകളിലൊക്കെ എന്തുകൊണ്ടാണ് വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ പോലെയുള്ള നിറങ്ങൾ ഉപയോഗിക്കാത്തതെന്ന് കാരണം നമുക്ക് അപകട സൂചന കാണിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ നിർത്തുന്നതിനായിട്ട് നമുക്ക് വളരെ ദൂരെ നിന്നും ഇത്തരം കളറുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ കളറുകൾക്ക് പെട്ടെന്ന് വിസരണം സംഭവിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രാഫിക് ലൈറ്റുകളിലെല്ലാം റെഡ് ലൈറ്റ് അപകട സൂചനയായിട്ട് സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, മഴവിൽ ഉണ്ടാവുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് പറഞ്ഞു. ഈ മഴവിൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? എല്ലാവരും ശ്രദ്ധിക്കുക, മഴവില്ല് രൂപപ്പെടുന്നത് പൂർണ്ണ വൃത്താകൃതിയിലാണ്. മഴവില്ല് രൂപപ്പെടുന്നത് പൂർണ്ണ വൃത്താകൃതിയിലാണ്. എന്നാൽ മഴവില്ല് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അത് അർദ്ധവൃത്താകൃതിയിലാണ്. മഴവില്ല് രൂപപ്പെടുന്നത് പൂർണ്ണ വൃത്താകൃതിയിലാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ല് കാണപ്പെടുന്നത് എങ്ങനെയാണ്? അത് അർദ്ധവൃത്താകൃതിയിലാണ്. ഇനി മഴവില്ലിലെ ആദ്യത്തെ നിറം, അതായത് ഇവിടെ കാണുന്ന ഈ നിറം എന്ന് പറയുന്നത് വയലറ്റ് ആണ്. അതിനുശേഷം ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇങ്ങനെ വരും. ഈ അകത്ത് കാണുന്ന കളറാണ് വയലറ്റ് എന്ന് പറയുന്നത്. ഈ പുറമേ കാണുന്നതാണ് റെഡ് എന്ന് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ, ഇവിടെ വയലറ്റ് വരും, ഇൻഡിഗോ വരും, ബ്ലൂ വരും. അതിനപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എല്ലാ കളറുകളും ഇവിടെ വരും. അപ്പൊ ഇവിടെ കാണുന്ന കളർ ഏതാണ്? അതാണ് റെഡ്. അകത്ത് കാണുന്ന കളറാണ് വയലറ്റ്. അപ്പോൾ ആദ്യത്തെ മഴവില്ലിൽ ആദ്യം കാണുന്ന നിറം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് വയലറ്റ്. അവസാനം കാണുന്ന നിറമാണ് റെഡ് എന്ന് പറയുന്നത്. മഴവില്ലിൽ ആദ്യം കാണുന്ന നിറം ഏതാണ്? അത് വയലറ്റ് ആണ്. അവസാനം കാണുന്ന നിറം ഏതാണ്? റെഡ് ആണ്. ഇനി മഴവില്ലിൽ നടുക്ക് കാണുന്ന നിറം ഏതാണ്? അത് ഗ്രീൻ ആണ്. മഴവില്ലിൽ നടുക്ക് കാണപ്പെടുന്ന നിറമാണ് ഗ്രീൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞു മഴവിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. മഴവിൽ ഉണ്ടാവുന്നത് പൂർണ്ണ വൃത്താകൃതിയിലാണെന്ന് പറഞ്ഞു. മഴവിൽ കാണപ്പെടുന്നത് എങ്ങനെയാണ്? അത് അർദ്ധവൃത്താകൃതിയിലാണ്. അപ്പോ പൂർണ്ണ വൃത്താകൃതിയിൽ നമുക്ക് മഴവിൽ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മഴവില് ഉണ്ടാകുന്നതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ മാത്രമേ, അതായത് നമ്മൾ വിമാനത്തിലൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മഴവില്ലിനെ പൂർണ്ണ വൃത്താകൃതിയിൽ കാണാൻ സാധിക്കും. ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റുള്ളൂ? അത് അർദ്ധവൃത്താകൃതിയിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിലാണ് എന്ത് കാണപ്പെടുന്നത്? മഴവില്ല് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. അകത്തുള്ള നിറം ഏതാണ്? വയലറ്റ് ആണെന്ന് പറഞ്ഞു.
ഈ വയലറ്റ് ഇവിടെ ഒരു കോണളവ് ഉണ്ടാക്കുന്നുണ്ട്. ഈ കോണളവ് എന്ന് പറയുന്നത് 40.8 ഡിഗ്രിയാണ്. 40.8 ഡിഗ്രിയാണ്. മഴവില്ലിൽ വയലറ്റ് എന്ന് പറയുന്ന കളർ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 40.8 ഡിഗ്രിയാണ്. ഇനി മഴവില്ലിൽ റെഡ് അഥവാ ചുവപ്പ് നിറം ഉണ്ടാക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 42.7 ഡിഗ്രിയാണ്. ഇത് ചില പുസ്തകങ്ങളിൽ നിങ്ങൾക്ക് 42.8 ഡിഗ്രി എന്ന് കാണാം. പക്ഷേ PSCയുടെ ഉത്തര സൂചികയിൽ 42.7 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? 42.7 ഡിഗ്രി എന്ന് പഠിച്ച് പോകുന്നത്. അപ്പൊ നമ്മൾ പ്രകീർണനത്തെ കുറിച്ചാണ് പറഞ്ഞത്. പ്രകാശത്തിന്റെ പ്രതിഭാസമായ പ്രകീർണനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മഴവില്ലുണ്ടാകുന്ന പ്രതിഭാസമാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? പ്രകീർണനം എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സൂര്യപ്രകാശം എവിടെയാണോ, സൂര്യൻ എവിടെ നിന്നാണോ പ്രകാശം, സൂര്യപ്രകാശം എവിടെ നിന്നാണോ വരുന്നത് അതിന്റെ എതിർദിശയിലായിരിക്കും എപ്പോഴും മഴവില്ല് രൂപം കൊള്ളുന്നത്. മനസ്സിലാക്കുക, സൂര്യപ്രകാശം എവിടെ നിന്നാണോ വരുന്നത് അതിന് എതിർദിശയിലായിരിക്കും എന്ത് രൂപം കൊള്ളുന്നത്? മഴവില്ല് രൂപം കൊള്ളുന്നത്. അതായത് സൂര്യൻ ഇപ്പൊ കിഴക്കാണെങ്കിൽ മഴവില്ല് എവിടെ രൂപം കൊള്ളും? പടിഞ്ഞാറ് രൂപം കൊള്ളും. അപ്പോ സൂര്യപ്രകാശം പടിഞ്ഞാറ് നിന്നാണ് വരുന്നതെങ്കിൽ മഴവില്ല് എവിടെ രൂപം കൊള്ളും? കിഴക്ക് രൂപം കൊള്ളും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഉച്ച സമയങ്ങളിൽ മഴവില്ല് ഉണ്ടാകില്ല. കാരണം എന്താണ്? ഉച്ച സമയങ്ങളിൽ സൂര്യപ്രകാശം നേരെ ലംബമായിട്ടാണ്, സൂര്യപ്രകാശം ഇങ്ങനെ ലംബമായിട്ടാണ് പതിക്കുന്നത്. ലംബമായിട്ട് പതിക്കുന്ന സൂര്യപ്രകാശം എന്തിനു വിധേയമാകില്ല? അപവർത്തനത്തിന് വിധേയമാകില്ല. അതുകൊണ്ട് തന്നെ ഉച്ച സമയങ്ങളിൽ എന്തുണ്ടാകില്ല? മഴവില്ല് ഉണ്ടാകില്ല. അപ്പൊ സൂര്യപ്രകാശം സൂര്യൻ എവിടെയാണോ നിൽക്കുന്നത് അതിന് എതിർദിശയിലാണ് എന്തുണ്ടാകുന്നത്? മഴവില്ല് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞു, ഓരോ നിറങ്ങൾക്കും ഓരോ തരംഗ ദൈർഘ്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിനെല്ലാം വ്യത്യസ്തമായ തരംഗ ദൈർഘ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? വിസരണം സംഭവിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഓരോ തരംഗ ദൈർഘ്യമാണെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇതിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കളറുകളായിട്ട് മാറില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഓരോ നിറങ്ങളും അതിന്റെ തരംഗ ദൈർഘ്യങ്ങളെയുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വയലറ്റ്, ആദ്യത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സൂര്യപ്രകാശം അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ലൈറ്റിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ് ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. അതിൽ ഓരോ നിറങ്ങളുടെയും നമുക്ക് നോക്കാം. വയലറ്റിൻ്റെത് 400 നാനോമീറ്റർ മുതൽ 440 നാനോമീറ്റർ വരെയാണ്. വയലറ്റിൻ്റെത് 400 നാനോമീറ്റർ മുതൽ 440 വരെയാണ്. ഇൻഡിഗോ എന്ന് പറയുന്ന കളറിന്റെ 440 മുതൽ 460 നാനോമീറ്റർ വരെയാണ്. വയലറ്റ് 400 മുതൽ 440 വരെ, ഇൻഡിഗോ 440 മുതൽ 460 വരെ. ബ്ലൂ എന്ന് പറയുന്ന കളറിൻ്റെത് 460 മുതൽ 500 നാനോമീറ്റർ വരെയാണ്. ഗ്രീൻ്റെ എത്രയാണ്? 500 മുതൽ 570 നാനോമീറ്റർ വരെയാണ്. യെല്ലോയുടേത് 570 മുതൽ 590 നാനോമീറ്റർ വരെയാണ്. ഓറഞ്ചിൻ്റെത് 590 മുതൽ 620 നാനോമീറ്റർ വരെയാണ്. ഏറ്റവും കൂടുതൽ റെഡിനാണ്. റെഡിൻ്റെത് 620 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. അപ്പോൾ ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? 400 നാനോമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയിലാണ്. അപ്പോൾ ഓരോ നിറങ്ങളുടെയും എത്രയാണ്? വയലറ്റിന്റെ 400 മുതൽ 440 വരെ, ഇൻഡിഗോയുടേത് 440 മുതൽ 460 നാനോമീറ്റർ വരെ, നീലയുടേത് അല്ലെങ്കിൽ ബ്ലൂവിൻ്റെത് 460 മുതൽ 500 നാനോമീറ്റർ വരെ, ഗ്രീൻ അല്ലെങ്കിൽ പച്ചയുടേത് 500 മുതൽ 570 നാനോമീറ്റർ വരെ, യെല്ലോ അഥവാ മഞ്ഞയുടേത് 570 നാനോമീറ്റർ മുതൽ 590 നാനോമീറ്റർ വരെയാണ്. ഓറഞ്ചിൻ്റെത് 590 നാനോമീറ്റർ മുതൽ 620 നാനോമീറ്റർ വരെയും. റെഡിൻ്റെതാണ് ഏറ്റവും കൂടുതൽ 620 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ഇത്രയുമാണ് നമുക്ക് പ്രകീർണനം എന്ന് പറയുന്ന ഭാഗത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. നമ്മൾ ഇനി പറയാൻ പോകുന്ന പ്രകാശത്തിന്റെ മറ്റൊരു പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയും. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് നമുക്ക് നോക്കാം. ചില മൂലകങ്ങളിൽ, അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സോഡിയം, പൊട്ടാസ്യം, സീഷ്യം മുതലായ മൂലകങ്ങളിൽ സൂര്യപ്രകാശം വന്ന് പതിക്കുമ്പോൾ അതിൻ്റെ
പുറമേയുള്ള ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്. ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കരുത്, നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾ നോക്കുക, ഇതൊരു ആറ്റമാണെന്ന് കരുതുക, ഇതതിൻ്റെ ന്യൂക്ലിയസ് ആണ്, ഇതിങ്ങനെയുള്ള ഷെല്ലുകളാണ്. ഇവിടെയൊക്കെ ഒരേ ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഇതില് ഈ ന്യൂക്ലിയസുമായിട്ട് ഏറ്റവും ആകർഷണം കുറഞ്ഞ ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന ഈ ബാഹ്യതമ ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോണുകൾക്ക് എന്തായിരിക്കും? ഈ ന്യൂക്ലിയസുമായിട്ടുള്ള ആകർഷണം കുറവായിരിക്കും. അപ്പോ ഇത്തരമുള്ള ഒരു ആറ്റത്തിൽ അല്ലെങ്കിൽ ഇത്തരമുള്ള ഒരു മൂലകത്തിൽ സൂര്യപ്രകാശം വന്ന് പതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സൂര്യപ്രകാശം വന്ന് പതിക്കുമ്പോൾ ഈ ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺ ഇതിൽ നിന്നും പുറത്തേക്ക് പോകും. ഈ ആറ്റത്തിൽ നിന്നും ഈ ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ആരാണ്? അത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്? അതായത് ചില മൂലകങ്ങളിൽ സൂര്യപ്രകാശം വന്ന് പതിക്കുമ്പോൾ അതിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസം അല്ലെങ്കിൽ പ്രക്രിയയാണ് എന്ത് നമ്മൾ പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം എന്ന് പറയുന്നത്. അപ്പോ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആര് എന്ന് പറയുന്നത്? ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്നത്. റേഡിയോ തരംഗങ്ങൾ കണ്ടുപിടിച്ചതും ആരാണ്? അതും ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഇനി മറ്റൊരു ചോദ്യം, ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആരാണ്? ആർക്കെങ്കിലും അറിയോ? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് എന്ത് ചെയ്തത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത്. അപ്പോ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശം വരികയാണ്. അപ്പോ ഇത് സൂര്യനാണെന്ന് കരുതുക. ഇവിടെ നിന്നുള്ള പ്രകാശം ഈ ആറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഈ മെറ്റലിലേക്ക് പതിക്കുകയാണ്. സൂര്യപ്രകാശം എങ്ങനെയാണ് വരുന്നത്? പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ് വരുന്നത്. ഈ പാക്കറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോണുകൾ എന്നുള്ളത്. ഈ പാക്കറ്റുകളെ നമ്മൾ വിളിക്കുന്നത് ഫോട്ടോണുകൾ എന്നാണ്. ഇതിന്റെ അകത്ത് അടങ്ങിയിട്ടുള്ള എനർജിയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ക്വാണ്ടം എന്ന് പറയുന്നത്. അപ്പോ ഈ സൂര്യപ്രകാശം എങ്ങനെയാണ് വരുന്നത്? പാക്കറ്റുകളായിട്ടുള്ള എനർജികളായിട്ടാണ് വരുന്നത്. അപ്പോ ഈ വരുന്ന സൂര്യപ്രകാശം ഇവിടെ പതിക്കുമ്പോൾ ഇതിൽ നിന്നും എനർജി ഈ പറയുന്ന ഇലക്ട്രോൺ ആഗിരണം ചെയ്യുകയും ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ന്യൂക്ലിയസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഈ ഇലക്ട്രോൺ ഈ പറയുന്ന ആറ്റത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് ചെയ്തത്? ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത്. അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും എനർജി വരുന്നത് എങ്ങനെയാണ്? പാക്കറ്റുകളായിട്ടാണ്. ഈ പാക്കറ്റിൽ നിന്നുള്ള ഒരു എനർജിയിൽ നിന്നും കുറച്ച് എനർജി എന്ത് ചെയ്യും? ഈ പറയുന്ന ഇലക്ട്രോൺ സ്വീകരിക്കുകയും ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന ഇലക്ട്രോൺ ഈ പറയുന്ന ആറ്റത്തിൽ നിന്നും പുറത്തു പോവുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് ചെയ്തത്? ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത്. അപ്പോ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ആരാണ്? അത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. അതായത് കണ്ടെത്തിയ ആൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് എന്തുകൊണ്ടാണെന്നുള്ളത് വിശദീകരണം നൽകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അത് വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ്: പാക്കറ്റുകളായിട്ട് വരുന്ന ഈ സൂര്യപ്രകാശത്തിൽ നിന്നും ഈ പാക്കറ്റുകളിൽ നിന്നുമുള്ള എനർജി എന്ത് ചെയ്യും? ഈ പറയുന്ന ഇലക്ട്രോൺ ആഗിരണം ചെയ്യുകയും ആ എനർജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ആറ്റത്തിൽ നിന്നും ഇലക്ട്രോൺ പുറത്ത് കടക്കുകയും ചെയ്യും എന്നാണ് ആര് പറഞ്ഞത്? ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞത്. അപ്പോ ഈ വരുന്ന പാക്കറ്റുകളിൽ ഈ ആറ്റത്തെ പുറത്ത് കളയുന്നതിനായിട്ടുള്ള എനർജി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഈ പാക്കറ്റുകളിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു.
പക്ഷേ ഈ പറയുന്ന പാക്കറ്റിൽ അല്ലെങ്കിൽ ഇവിടെ പതിപ്പിക്കുന്ന ഈ പാക്കറ്റിൽ ഇതിന് പുറത്തേക്ക് കളയുന്നതിനായിട്ടുള്ള എനർജി ഇല്ല എന്ന് കരുതുക. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പോ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കില്ല. അതാണ് നമ്മൾ പറഞ്ഞത്. എല്ലാ മൂലകങ്ങളിലും ഇത് സംഭവിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞത് എന്താണ്? ചില മൂലകങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അതിന് കാരണം ഈ പറയുന്ന ഫോട്ടോൺ ഈ ഫോട്ടോണിൽ ഈ ഇലക്ട്രോണിനെ തെറിപ്പിക്കുന്നതിനായിട്ടുള്ള എനർജി ഇല്ല എങ്കിൽ, ഈ ഫോട്ടോണിൽ ഇതിനെ തെറിപ്പിക്കുന്നതിനായിട്ടുള്ള ആവശ്യത്തിനുള്ള എനർജി ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കില്ല? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കില്ല. അപ്പോ ഇതിൽ ഈ ന്യൂക്ലിയസിൽ നിന്നും ഈ പറയുന്ന ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയുന്നതിന് ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി ഈ ഫോട്ടോണിൽ അടങ്ങിയിട്ടുള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിനെ നമ്മൾ ത്രെഷോൾഡ് എനർജി എന്നാണ് വിളിക്കുന്നത്. ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ ആറ്റത്തെ ഇതിൽ നിന്നും വിച്ഛേദിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജി. ആ മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആര് വിശദീകരിച്ചത്? ആൽബർട്ട് ഐൻസ്റ്റീൻ വിശദീകരിച്ചത്. ഈ വിശദീകരിച്ചതിന് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? 1921 നോബൽ സമ്മാനം ലഭിച്ചു. അതായത് നിങ്ങൾക്കറിയാം, തിയറി ഓഫ് റിലേറ്റീവ് തിയറി അല്ലെങ്കിൽ ആപേക്ഷിക സിദ്ധാന്തം ഇതെല്ലാം അവതരിപ്പിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന നമ്മുടെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സമവാക്യങ്ങളും ഉൾക്കൊണ്ട E=mc² എന്ന് പറയുന്ന ഒരു ഇതെല്ലാം നമുക്ക് മുന്നിലേക്ക് വെച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. എന്നാൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് അദ്ദേഹത്തിന്റെ ആപേക്ഷിക സിദ്ധാന്തത്തിനല്ല. എന്തിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്? 1921 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചതിനാണ് ആൽബർട്ട് ഐൻസ്റ്റീന് 1921 എന്ത് ലഭിച്ചത്? നോബൽ സമ്മാനം ലഭിച്ചത്. അപ്പോ ഇനി എന്തുപയോഗിച്ചുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ പറയുന്ന ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത്? അത് അദ്ദേഹം ക്വാണ്ടം തിയറി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തത്? ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത്. ക്വാണ്ടം തിയറി ആരാണ് കണ്ടെത്തിയത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ക്വാണ്ടം തിയറി കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം 1918 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? മാക്സ് പ്ലാങ്കിന് നോബൽ സമ്മാനം ലഭിച്ചു. 1918 ആർക്ക്? മാക്സ് പ്ലാങ്കിന് നോബൽ സമ്മാനം ലഭിച്ചു. അതെന്തിനാണ്? അത് ക്വാണ്ടം സിദ്ധാന്തം കണ്ടെത്തിയതിനാണ്. ഈ ക്വാണ്ടം സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ത് ചെയ്തത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത്. ആ വിശദീകരണത്തിനാണ് 1921 നോബൽ സമ്മാനം ആരെ തേടിയെത്തിയത്? ആൽബർട്ട് ഐൻസ്റ്റീനെ തേടിയെത്തിയത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അയണീകരണ ഊർജം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കൂടും. ശ്രദ്ധിക്കുക. അയണീകരണ ഊർജം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കൂടും. അപ്പോ ഈ അയോണീകരണ ഊർജം കുറയുന്ന മൂലകങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത്തരം മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് വലിപ്പം കൂടുതലായിരിക്കും. പോയിന്റ് ശ്രദ്ധിക്കുക. അയോണീകരണ ഊർജം കുറയുമ്പോൾ ആറ്റങ്ങളുടെ വലിപ്പം കൂടുന്നു. അയോണീകരണ ഊർജം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ആറ്റങ്ങളുടെ വലിപ്പം കൂടും. അതുപോലെ തന്നെ അയോണീകരണ ഊർജം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കൂടും. അപ്പോ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് മൂലകങ്ങളാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. അതിനെ നമ്മൾ ആൽക്കലി ലോഹങ്ങൾ എന്ന് കൂടി വിളിക്കും. ഏതൊക്കെയാണ് അതെന്ന് നോക്കാം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ആൽക്കലി ലോഹങ്ങളല്ല, അഥവാ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനാണ് എന്ത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കൂടുതലായിട്ട് കാണപ്പെടുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്നവയാണ്. ഇതിൽ ഈ ഫ്രാൻഷ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം
സംഭവിക്കുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്തിനാണ്? ഫ്രാൻഷ്യത്തിനാണ്. എന്നാൽ ഫ്രാൻഷ്യം എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആയതുകൊണ്ട് ഇത് ചിലപ്പോ ഓപ്ഷനിൽ ഉണ്ടായില്ല, ഫ്രാൻഷ്യം ഉണ്ടായില്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ഉത്തരം ഏറ്റവും കൂടുതൽ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്ന മൂലകം ഏതാണ് എന്ന് ചോദ്യം വരികയും അതിൽ ഫ്രാൻഷ്യം ഇല്ലാതിരിക്കുകയും ചെയ്താൽ നമ്മൾ ഏത് എഴുതണം? അത് സീഷ്യം നമ്മൾ ഉത്തരത്തിൽ നിന്നും എടുത്ത് എഴുതേണ്ടതാണ്. ഇനി ഫോട്ടോ ഇലക്ട്രിക് പ്ലേറ്റുകളുടെ നിർമ്മാണത്തിന് കൂടാതെ ആറ്റോമിക് ക്ലോക്കുകൾ, ഫോട്ടോ ഇലക്ട്രിക് പ്ലേറ്റ്, ആറ്റോമിക് ക്ലോക്ക് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് ഏതെന്ന് പറയുന്നത്? സീഷ്യം. ഫോട്ടോ ഇലക്ട്രിക് പ്ലേറ്റ്, ആറ്റോമിക് ക്ലോക്ക് മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് എന്ത്? സീഷ്യം എന്ന് പറയുന്നത്. അപ്പോ ഇത്രയുമാണ് നമുക്ക് എന്ത് സംബന്ധിച്ച് പഠിക്കാനുള്ളത്? ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയുമാണ്. അപ്പോ ഇതോടുകൂടി ഈ പ്രതിഭാസങ്ങൾ അവസാനിച്ചിട്ടില്ല. പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. ഈ ക്ലാസ്സിൽ ഈ 2 പോയിന്റുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.